മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നതിന്റെ 6ാമത്തെ ദിവസം നമ്മളായിരിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ ഒരുങ്ങുക. ഈശോയുടെ പിറവി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഒരു അനുഭവമായിട്ട് മാറണം. ബലിയർപ്പണങ്ങളിലൂടെയും ജപമാല പ്രാർത്ഥനയിലൂടെയും വചനവായനയിലൂടെയും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ ധ്യാനങ്ങളിലൂടെയും ഒക്കെ കൂടുതൽ സമയം പ്രാർത്ഥനയിലായിരുന്ന് ഈ ദിവസങ്ങളിൽ ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുക. സാധിക്കുന്ന പോലെയൊക്കെ നന്മ ചെയ്യുക, തിന്മയെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായിട്ടും ഒഴിവാക്കുക. അങ്ങനെ ജീവിതം ഒരു അനുഗ്രഹമാക്കി മാറ്റുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 13ാമത്തെ അധ്യായത്തിന്റെ 13ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുന്നുണ്ട്. അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നുമില്ല, ഗ്രഹിക്കുന്നുമില്ല. കാലഘട്ടത്തെക്കുറിച്ച് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത്, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് കേൾക്കുന്നത്. നന്മയായിട്ടുള്ളതൊന്നും അല്ലല്ലോ നമ്മൾ അധികവും കേൾക്കുന്നത്. ഇന്ന് TV-യിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെ എന്താ? തകർച്ചകള്, കൊലപാതകങ്ങള്, അഴിമതികള്, തിന്മകള്, തെറ്റിദ്ധാരണകൾ പരത്തുന്ന വിധത്തിലുള്ള വാർത്തകള്, ഇതൊക്കെയല്ലേ? സോഷ്യൽ മീഡിയ മുഴുവനും നമുക്കൊരു സന്തോഷം, ആത്മാവിന് സന്തോഷം നൽകുന്ന എന്ത് കാര്യമുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലോ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഉള്ളത്. കുടുംബജീവിതങ്ങളിലായാലോ സമൂഹ ജീവിതങ്ങളിലായാലോ ആത്മാവിന് സന്തോഷം നൽകുന്ന ഒന്നുമില്ല. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, ജീവിതത്തിന് തന്നെ വലിയ ഉറപ്പില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മളെല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ ഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താ ഗ്രഹിക്കേണ്ടത്? മാനസാന്തരത്തിന്റെ ജീവിതം ഉണ്ടാവണമെന്നാണ്. ദൈവ തിരുമുമ്പിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ദൈവകൃപകൾ സ്വീകരിക്കാനായിട്ടും ആത്മാവിൽ സന്തോഷം നേടിയെടുക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ എന്നതുള്ള നമ്മൾ ഗ്രഹിക്കേണ്ടത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നുണ്ടോ? നമ്മള് ഒഴുക്കിനൊത്ത് നീന്തുകയല്ലേ ചെയ്യുന്നത്? നമ്മള് എന്തെല്ലാം മുമ്പിൽ വരുന്നോ അതൊക്കെ അങ്ങോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുക. എന്തിനെ കുറിച്ചാണ് നമുക്കൊരു സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്? ദൈവിക കാര്യങ്ങളെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കാറുണ്ടോ? നമ്മൾ സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ പോവുക. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? നമ്മള് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? നമ്മള് ഇങ്ങനെ പോയാൽ പോരാ, ഇങ്ങനെ ജീവിച്ചാൽ പോരാ. ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാവണം. നമ്മുടെ ഉള്ളിലൊരു സമാധാനവും സന്തോഷവും ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിലൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവണം. ആ സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിക്കണമെങ്കിൽ മാനസാന്തരത്തിന്റെ ജീവിതം, അതായത് നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല തിന്മകളെ ഉപേക്ഷിച്ചുള്ള ഇനി മുന്നോട്ടുള്ള വഴിയിലും വിശുദ്ധിയിലും നന്മയിലുമുള്ള ഒരു ജീവിതം, ഇതാണ് മാനസാന്തരത്തിന്റെ ജീവിതം. പൗലോസ്ലീഹ കർത്താവ് ഈശോ മിശിഹായെയും സഭയെയും എത്രമാത്രം പീഡിപ്പിച്ചുവോ അതിനേക്കാളും ഉപരി സ്നേഹത്തില് ഈശോയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതും സഭയെ വളർത്തുന്നവരാണ് യഥാർത്ഥ മാനസാന്തരത. ഇതുവരെ നമ്മൾ എത്രമാത്രം തിന്മയിൽ ജീവിച്ചോ അതിനേക്കാളും ഇനി നന്മയിലും വിശുദ്ധിയിലും ഈശോയോടുള്ള സ്നേഹത്തിൽ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാ നീ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നീന്തിയാല് നീയും നിന്റെ കുടുംബവും തകർച്ചയിലൂടെ കടന്നു പോവുകയുള്ളൂ. സമാധാനം അനുഭവിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയ സന്ദേശം സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ അധ്വാനങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്
ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും പൈശാചിക ശക്തികളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ ഇവരിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, സന്തോഷവും സമാധാനം ഇവരുടെ ഭവനങ്ങളിൽ നിറയട്ടെ. കെട്ടുകൾ അഴിയട്ടെ ഈശോയെ, ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ ഈശോയെ. കർത്താവെ, ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദിവസത്തെ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സംരക്ഷണം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.